ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഫോൺ എടുക്കുമ്പോൾ റെഡ്മിയുടെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മിയുടെ ഓരോരോ പ്രൈസ് സെഗ്മെൻറ്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 5300 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ റെഡ്മി A2 എന്നുള്ള സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ്. ഇത് ബേസിക് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. HD റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച കൊടുത്തിട്ടുണ്ട്. പിന്നെ MediaTekന്റെ Helio G36 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു പ്രോസസ്സറാണ്. 8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 7000 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി 12C എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിലും ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ്. പക്ഷേ എക്സ്ട്രാ ആയിട്ട് നമുക്ക് MediaTekന്റെ Helio G85 എന്നുള്ള കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും വരുന്നുണ്ട്. ബാക്കി ഏകദേശം സെയിം ആയിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. 7000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ ഇതിൽ ഫിംഗർ പ്രിന്റ് സെൻസറും വരുന്നുണ്ട്. പിന്നെ 8000 രൂപ പ്രൈസ് റേഞ്ചിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റെഡ്മി 13C എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് റെഡ്മി 12C ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്സ്ട്രാ ആയിട്ട് 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബേസ് വേരിയന്റിൽ 4GB റാമും 128GB ഇന്റേണലും കിട്ടുന്നുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാക്കി ഫീച്ചേഴ്സൊക്കെ ഏകദേശം സെയിം ആണ്. പിന്നെ 9000 രൂപ പ്രൈസ് റേഞ്ചിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റെഡ്മി 11 Prime 4G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് ഫുൾ HD റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് തന്നെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള MediaTekന്റെ Helio G99 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും 5000 mAh ബാറ്ററി ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 9000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ 10000 രൂപ പ്രൈസ് റേഞ്ചിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റെഡ്മി 12 4G എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിലോട്ട് വരുമ്പോൾ റെഡ്മി 11 Prime 4G ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറയിൽ എക്സ്ട്രാ ആയിട്ട് 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നുണ്ട്. സെയിം ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പാണ് വരുന്നത്. പിന്നെ MediaTekന്റെ Helio G88 എന്ന പ്രോസസ്സറേ കൊടുത്തിട്ടുള്ളൂ. റെഡ്മി 11 Prime 4Gയിലെ അത്ര പവർഫുൾ ആയിട്ടുള്ള പ്രോസസ്സർ അല്ല ഇത്. പിന്നെ ഒരു 11000 രൂപ പ്രൈസ് റേഞ്ചിലോട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് AMOLED ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ കിട്ടുന്നുണ്ട്. റെഡ്മി നോട്ട് 12 4G എന്ന ഫോൺ ആ ഒരു പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. അതിൽ നമുക്ക് 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 685 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 50+8+ 2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. പിന്നെ 11000 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് 5G ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ റെഡ്മി 13C 5G എന്ന സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ്. HD റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ വരുന്നുള്ളൂ. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിൽ 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 6100+ എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. 11000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ 13000 രൂപ പ്രൈസ് റേഞ്ചിലോട്ടൊക്കെ വരുമ്പോൾ റെഡ്മി 12 5G എന്ന ഫോൺ വരുന്നുണ്ട്. ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഫുൾ HD റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസൈനും വരുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. സെയിം ആയിട്ടുള്ള ഒരു ബാറ്ററി സെറ്റപ്പും അതുപോലെ തന്നെ ഏകദേശം അടുത്ത് വരുന്ന ഒരു ക്യാമറ സെറ്റപ്പ് ഒക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. 13000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ 15500 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി നോട്ട് 12 5G എന്ന ഫോൺ വരുന്നുണ്ട്. അതിൽ നമുക്ക് 5G സപ്പോർട്ടിൻ്റെ കൂടെ AMOLED ഡിസ്പ്ലേയും കിട്ടുന്നുണ്ട്. ഫുൾ HD റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസൈനൊക്കെ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 4 Gen 1 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 7 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. 48+8+ 2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. 18000 രൂപ പ്രൈസ് റേഞ്ചിലോട്ട് വരുമ്പോൾ റെഡ്മി നോട്ട് 13 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിലോട്ട് വരുമ്പോൾ ഏകദേശം സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് വരുന്നത്. പക്ഷേ 10-bit ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. MediaTek Dimensity 6080 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 7 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 108 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറൊക്കെ വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. സെയിം ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പ് തന്നെയാണ് വരുന്നത്.
പിന്നെ 21,900 രൂപ പ്രൈസ് റേഞ്ചിൽ MI 11X എന്നുള്ള സ്മാർട്ട് ഫോൺ ഇപ്പം അവൈലബിൾ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് കുറച്ച് പഴയ ഫോണാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സറുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഫോൺ നോക്കിയാൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതിൽ നമുക്ക് AMOLED ഡിസ്പ്ലേയും പഞ്ചോൾ ഡിസൈനും 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. എടുത്തു വരേണ്ട കാര്യം, സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 2 5G ബാൻഡ്സേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. 48+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 4520 mAh ബാറ്ററിയും 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. പിന്നെ MI 11X Pro എന്ന സ്മാർട്ട് ഫോൺ 28,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. MI 11Xൽ ഇതുപോലുള്ള ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ എക്സ്ട്രാ ആയിട്ട് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സർ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറയിൽ 108+8+5 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 28,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ 22,000 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി നോട്ട് 12 പ്രോ എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 1080 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 10 5G ബാൻഡ്സ് ആണ് വരുന്നത്. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. സോണി IMX 766ന്റെ മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പും അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 12 പ്രോ പ്ലസ് എന്നൊരു സ്മാർട്ട് ഫോൺ 28,000 രൂപ പ്രൈസ് റേഞ്ചിൽ നോക്കാവുന്നതാണ്. ഇതിലോട്ട് വരുമ്പം എക്സ്ട്രാ ആയിട്ട് 200+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ലഭിക്കുന്നുണ്ട്. 28,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ റെഡ്മി നോട്ട് സീരീസിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണുകളാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി നോട്ട് 13 പ്രോ എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ 32,000 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി നോട്ട് 13 പ്രോ പ്ലസ് എന്നുള്ള സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണുകൾ വേണമെന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 12 സീരീസ് സ്കിപ്പ് ചെയ്തിട്ട് ഈ ഫോണുകൾ നോക്കാവുന്നതാണ്. റെഡ്മി നോട്ട് 13 പ്രോയിൽ 6.6 ഇഞ്ചിന്റെ 1.5K AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ എടുത്തിട്ടുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 10 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. 200+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5100 mAh ബാറ്ററിയും 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. 25,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ 32,000 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി നോട്ട് 13 പ്രോ പ്ലസ് എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിലോട്ട് വരുമ്പോൾ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള MediaTek Dimensity 7200 Ultra എന്നുള്ള പ്രോസസ്സർ ഇതിൽ വരുന്നുണ്ട്. സെയിം ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പിന്നെ 5000 mAh ബാറ്ററി 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. പിന്നെ പഴയ ഫോൺസ് ഒക്കെ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ Xiaomi 11T Pro എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോൺ നോക്കാവുന്നതാണ്. സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 13 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഡോൾബി വിഷന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 108+8+5 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും ഇതിൽ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 50,000 രൂപ പ്രൈസ് റേഞ്ചിലോട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ Xiaomi 12 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് 2K റെസൊല്യൂഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും 10-bit ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചറും ഡോൾബി വിഷന്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Gen 1 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 50+50+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4600 mAh ബാറ്ററിയും 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 50 വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 75,000 രൂപ പ്രൈസ് റേഞ്ചിൽ Xiaomi 13 Pro എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിലും Quad HD റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 50+50+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. സോണി IMX 989ന്റെ മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. 4120 mAh ബാറ്ററിയും 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 50 വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ ഈ ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. 75,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. അപ്പം ഇതൊക്കെയാണ് റെഡ്മിയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. ഇതിൽ ഞാനേതെങ്കിലും ഫോണിൽ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.